നയപ്രഖ്യാപനത്തിൽ ഗവർണർ ഒഴിവാക്കിയ ഭാഗം മുഖ്യമന്ത്രി വായിച്ചതിന് പിന്നിൽ ഇലക്ഷൻ സ്പോൺസേഡ് ഡ്രാമയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ഗവർണറും മുഖ്യമന്ത്രിയും ഒരുമിച്ച് നടത്തുന്ന നാടകമാണിത്. വർഗീയത പറയുന്നതിൽ മുഖ്യമന്ത്രിക്ക് പഠിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ. സ്വർണ്ണക്കൊള്ളയിൽ SITയെ സമ്മർദ്ദത്തിലാഴ്ത്തുകയാണ് സർക്കാർ എന്നും വേണുഗോപാൽ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയും നാടകം കളിക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർക്ക് വെട്ടാൻ സൗകര്യം ഒരുക്കിയപ്പോൾ അത് തിരുത്താൻ പിണറായിക്ക് അവസരവും നൽകി. ഗവർണർ വെട്ടുന്നത് വായിക്കുന്ന ശീലമുണ്ടായിരുന്നുവെങ്കിൽ എന്തേ മുൻപ് ഇത് ചെയ്തില്ലെന്നും KC വേണുഗോപാൽ ചോദിച്ചു. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതുപോലെ വലിയ വെട്ടലുകൾ നയപ്രഖ്യാപനത്തിൽ അന്ന് നടത്തിയപ്പോൾ കയ്യും കെട്ടി നിന്നവരാണ് മുഖ്യമന്ത്രിയും കൂട്ടരെന്നും KC വേണുഗോപാൽ പരിഹസിച്ചു. സാധാരണഗതിയിൽ ഈ ഗവർണർ ഇതിനേക്കാൾ കൂടുതൽ ആരിഫ് മുഹമ്മദ് ഖാൻ വെട്ടിയിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്താണ് ഏറ്റവും വലിയ വെട്ട് നടന്നത്. ആ വെട്ടിന് രണ്ട് കെട്ടുന്ന കൈയും കെട്ടി സ്വീകരിച്ച മുഖ്യമന്ത്രി ഇന്നിപ്പോൾ ഒന്നൊരു അഡീഷണൽ വായിക്കുകയാണ്. ഇതൊക്കെ ഇലക്ഷൻ സ്പോൺസേഡ് ഡ്രാമ രണ്ടുപേരും കൂടെ ഒന്നിച്ച് നടത്തുന്നതാണ്, മനസ്സിലാക്കിയാൽ. അല്ല, ഗവർണർ വായിക്കുന്നത് വെട്ടുന്ന ശീലം ഉണ്ടായിരുന്നെങ്കിൽ ഇതെന്താ മുമ്പേ ചെയ്യാതിരുന്നത് പിണറായി സർക്കാർ? മുമ്പും വെട്ടിയിരുന്നല്ലോ, മുമ്പ് ഉൾപ്പെടുത്തിയിരുന്നല്ലോ. അന്ന് അതേപടി വിഴുങ്ങിയവര്, അതിനൊക്കെ അതേപടി വിഴുങ്ങിയവര് ഇന്നിപ്പോൾ പുതിയ ആഖ്യാനവുമായി വന്നിരിക്കുന്നത് അടുത്ത മാസം ഇലക്ഷൻ നടക്കുന്നുള്ളതുകൊണ്ടാണ്. ഗവർണർ വെട്ടാൻ സൗകര്യം ചെയ്തു കൊടുത്തു, അത് തിരുത്താൻ പിണറായിക്ക് അവസരമുണ്ടാക്കി കൊടുത്തു. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ളൊരു അന്തർധാര തന്നെയാണ് ഇതും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കുന്ന വൈകൃതമുള്ള പ്രസ്താവനയാണ് മന്ത്രി സജി ചെറിയാൻ നടത്തിയത്. പിണറായി വിജയന് പഠിക്കുകയാണ് സജി ചെറിയാൻ. സാംസ്കാരിക മന്ത്രിയാണ് ഇത്രയും ഹീനമായ പ്രസ്താവന നടത്തിയത് എന്നത് ലജ്ജാകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്ര വൈകൃതമുള്ള ഒരു പ്രസ്താവന, നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കുന്ന ഇത്ര വൈകൃതമുള്ള ഒരു പ്രസ്താവന ഞാൻ എൻ്റെ പൊതുജീവിതത്തിൽ കേട്ടിട്ടില്ല. മതതീവ്രവാദികളായിട്ടുള്ള ആളുകൾ പോലും ഇങ്ങനെ പറഞ്ഞതായി കേട്ടിട്ടില്ല. ഇത് ഒരു മന്ത്രി പറയാണ്, മോന്തായം വളഞ്ഞാൽ 64 വളയെന്ന് നമ്മൾ ആൾക്കാർ പറയാറുണ്ട്. ഇത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. ഇങ്ങനെ വർഗീയ വിഷമിക്കുന്ന പ്രസ്താവനകൾ ഇങ്ങനെ ഓരോന്നോരോ എന്ത് വില കൊടുത്തും 10 വോട്ട് കിട്ടണം, അതിന് മതങ്ങളെ തമ്മിലിടിപ്പിച്ചാലും ജാതികളെ തമ്മിലിടിപ്പിച്ചാലും ഏറ്റവും വിഷം വമിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തിയാലും പറ്റുമെന്ന് തോന്നിയാൽ അത് പറ്റുമെന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അതിന് ചൂട്ടുപിടിക്കുന്നതാണ് ഈ മന്ത്രിയുടെയും പ്രതികരണം. ഭരണഘടനാ സ്ഥാനത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമെടുത്ത മന്ത്രിക്ക് ഒരു നിമിഷം പോലും തുടരാൻ അധികാരമില്ല. മുഖ്യമന്ത്രിക്ക് ആർജവമുണ്ടെങ്കിൽ ആ മന്ത്രിയെ ക്യാബിനറ്റിന് പുറത്താക്കണം. ഇതല്ല കേരളത്തിൻ്റെ പാരമ്പര്യം, ഇതല്ല കേരളത്തിൻ്റെ ശൈലി. ഇത് പറഞ്ഞിട്ട് ഈ നമ്മുടെ മഹത്തരമായ നമ്മുടെ കേരളത്തിൻ്റെ ശൈലിയെ ഇല്ലാതാക്കുന്ന ഈ പ്രസ്താവന, ആ പ്രസ്താവന നടത്തിയ മന്ത്രിക്ക് 1 മിനിറ്റ് ക്യാബിനറ്റിലിരിക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞ് മാറ്റാൻ ആർജവം കാണിക്കണം പിണറായി വിജയൻ. അത് കാണിക്കാൻ പിണറായി വിജയൻ കഴിയില്ല. കാരണം പിണറായി വിജയന് പഠിക്കുകയാണ് സജി ചെറിയാൻ ചെയ്തിരിക്കുന്നത് കാര്യത്തിൽ. ശബരിമല സ്വർണ്ണക്കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കും. ഇതിലൂടെ അന്വേഷണം മന്ദഗതിയിലാക്കാനാണ് SITയുടെ ശ്രമമെന്നും KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ സമ്മർദ്ദം SITക്കുണ്ട്. യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും ഒളിവിലാണെന്നും കോടതി നിരീക്ഷണത്തിലുള്ള കേന്ദ്ര ഏജൻസിയാണ് ഈ കേസിൽ അന്വേഷണം നടത്തേണ്ടതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കുമ്പോൾ അത് കോടതിയുടെ നിരീക്ഷണത്തിന് കീഴിലായിരിക്കണം. കോടതി നിരീക്ഷണത്തിലുള്ള ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണമാണ് നമുക്ക് വേണ്ടതെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അത് അത്തരം കാര്യത്തിൽ ഇപ്പം ED വന്നിട്ടുണ്ട്, പരിശോധന നടക്കുന്നുണ്ട്. ഒരു പരിശോധനയെയും ഒരു അന്വേഷണത്തെയും ഞങ്ങളാരും എതിരെ പറയുന്നതല്ല. പക്ഷേ യഥാർത്ഥ കുറ്റവാളികളെ എല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ അതിന് ഹൈക്കോടതിയുടെയും അല്ലെങ്കിൽ കോടതിയിലൂടെയും നിരീക്ഷണം ഉണ്ടാവണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു വർഗീയതയെയും കൂട്ടുപിടിക്കുന്ന സ്വഭാവം കോൺഗ്രസിനില്ല. മതേതരത്വ രക്തമാണ് കോൺഗ്രസിന്റെ സിരകളിലുള്ളത്. എല്ലാ സമൂഹത്തെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് കോൺഗ്രസിന്റെ രീതിയെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.